നമ്മളിപ്പോൾ നിൽക്കുന്നത് പാലക്കാട് ജില്ലയിലെ അഞ്ചുമൂർത്തി മംഗലം എന്ന വില്ലേജിലാണ്. ഈ വില്ലേജിൽ പ്രധാനപ്പെട്ട ഒരു സമ്പാദ്യമുണ്ട്. അതാണ് ഈ വില്ലേജിലെ പച്ചമുളകൾ. കേരളത്തിൽ വളരെ അപൂർവമായി കാണപ്പെടുന്നതാണ് പച്ച കളറുള്ള ഈ മുളകൾ. ഒരുപക്ഷെ കേരളത്തിൽ അപൂർവമായി കാണുന്ന ഈ മുളകളെ രക്ഷിക്കുവാനുള്ള യാതൊരു നടപടിയും പഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നുണ്ടാകുന്നില്ല. ലക്ഷക്കണക്കിന് രൂപ വിലയുള്ള ഈ മരങ്ങൾ വെറുതെ വേലി കെട്ടുവാനും മറ്റുമായി ആൾക്കാർ ഉപയോഗിക്കുന്നത് മൂലം ഇപ്പോൾ വംശനാശത്തിൻ്റെ വക്കിലാണ്. ഇതിനോടൊപ്പം സംസാരിക്കുന്നത് ഒരു ചേട്ടൻ വരുന്നുണ്ട്. ആ ചേട്ടനോട് നമുക്ക് സംസാരിക്കാം. ഈ നാട്ടിൻ്റെ പ്രകൃതിയോട് കൂടുതൽ ഇണങ്ങി ജീവിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അവർക്ക് അതിനോടുള്ള ഒരു താല്പര്യം നമുക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ചേട്ടാ, ഈ നാട്ടിൻ്റെ പൈതൃക സ്വഭാവമാണ് ഈ പച്ച കളറുള്ള മുളകൾ. കേരളത്തിൽ വളരെ അപൂർവമാണ് പച്ച കളറുള്ള മുളകൾ. സാധാരണ മഞ്ഞ കളറിലാണ് മുളകൾ കാണാറുള്ളത്. ഈ മുളകൾ നശിപ്പിക്കുന്നത് സർക്കാരിൻ്റെ ഭാഗത്തുനിന്ന് യാതൊരു നടപടിയും ഈ മുളകൾ സംരക്ഷിക്കുവാൻ ഇപ്പോൾ ഉണ്ടാകുന്നില്ല. എന്താണ് താങ്കൾക്ക് ഈ മുളകൾ സംരക്ഷിക്കുവാൻ സർക്കാരിനോട് അല്ലെങ്കിൽ പഞ്ചായത്തിനോട് പറയാനുള്ള മാർഗങ്ങൾ? അങ്ങനെ തീർച്ചയായും ഇവിടുത്തെ അധികാരികളുടെ അനാസ്ഥ മൂലമാണ് ഈ മുളകൾ ഇങ്ങനെ കിടക്കുന്നത്, മറ്റൊന്നും കൊണ്ടല്ല. അതിനെ സംരക്ഷിക്കാനായിട്ട് താങ്കൾക്ക് എന്തെങ്കിലും നമ്മൾ ഒരാൾ വിചാരിച്ചാൽ സാധിക്കുന്നതല്ല. കൂടുതൽ ജനങ്ങൾ എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്നാലേ ഈ മുളകളൊക്കെ സംരക്ഷിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ മുളകൾ നശിപ്പിക്കുന്നതിന് പ്രധാന കാരണം ഇവിടെ കിട്ടുന്ന വേലികളാണെന്ന് പറയപ്പെടുന്നു. ഇവിടെ മതിലുകൾക്ക് പകരം കൂടുതലും ഈ ജില്ലയിൽ വേലികളാണ്. അതെ, കാരണം സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന ആൾക്കാരാണ് ഇവിടെ. അതുകൊണ്ട് അവർക്ക് മതിലിട്ട് സാമ്പത്തികമായ പൈസ ഇല്ല. അതിനായി അവർ മുള വെട്ടുന്നു. അതിനായി വേലികളാണ് സാധാരണ പൊതുവിൽ അവിടെ ഉപയോഗിക്കാറുള്ളത്. ഇതാണ് ഇവിടുത്തെ പൊതുവായ ശ്മശാനം. ഇതിന് എല്ലാ ജാതിക്കാർക്കും ഉപയോഗിക്കാവുന്ന ശ്മശാനമാണോ? ഇതിൽ നായന്മാരൊഴിച്ച് ബാക്കിയെല്ലാ ജാതിക്കാരും, ഹിന്ദുക്കൾ ബാക്കിയെല്ലാ ജാതിക്കാരും. പക്ഷേ ഈ ശ്മശാനം ഇപ്പോൾ ശോചനീയാവസ്ഥയിലാണ്. കാടിയേറി കിടക്കുന്നത് കാരണം ഇപ്പോൾ ശവസംസ്കാരം ചെയ്യാനുള്ള സാഹചര്യങ്ങളും വളരെ കുറവാണ്. റോട്ടറി ക്ലബിന്റെ ഭാഗമായിട്ടാണ് ആ കാണുന്ന ഒരു ഷെഡ് നിർമ്മിച്ചു കൊടുത്തിട്ടുള്ളത്. ചെയ്യുന്നതിനാണ് ആ സ്ഥലം ഒരുക്കി കൊടുത്തിട്ടുള്ളത്. ഒരു നാടിന്റെ പൈതൃക സമ്പത്താണ് ആ നാടിൽ സൂക്ഷിച്ചു വെക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. ഈ നാട്ടിന്റെ പൈതൃക സമ്പത്തായി നമുക്ക് കാണാവുന്നത് ഈ നാട്ടിൽ കണ്ടുവരുന്ന പച്ചമുളകളാണ്. ഈ മുളകൾ സംരക്ഷിക്കാൻ പഞ്ചായത്തിന്റെ ഭാഗത്തു നിന്നും സർക്കാരിന്റെ ഭാഗത്തു നിന്നും കൂടുതൽ നടപടികൾ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കുന്നു. ബാബ ഫിലിംസിന് വേണ്ടി വിഷ്ണു ജനാർദ്ദനൻ, തിരുവനന്തപുരം.